സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ 1,20,000-ഓളം ആളുകളാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നത്. 36,000-ഓളം ആളുകൾ സ്വകാര്യ ഹജ്ജ് ട്രൂപ്പുകൾ വഴിയും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ മൊത്തം ഇന്ത്യയിൽ നിന്ന് 1,56,000-ഓളം ആളുകളാണ് ഈ വർഷത്തെ വിശുദ്ധ തീർത്ഥാടനത്തിനായി പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 11,000-ഓളം ആളുകളാണ് ഈ വർഷം ഹജ്ജ് യാത്രക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ഹജ്ജിന് പോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. UP കഴിഞ്ഞാൽ കേരളമാണ് ഹാജിമാരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അതിന് പിറകിലാണ് വരുന്നത്. ഹജ്ജ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പ്രയത്നം എന്നാണ്. ദൈവത്തിലേക്കുള്ള യാത്രയാണ് ഹജ്ജ്. ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്നതിലൂടെ ഓരോ ഹാജിയും നിർവഹിക്കുന്നത്. ഹജ്ജിന് ഒരുപാട് മാനങ്ങളുണ്ട്. കേവലം ഒരു ആരാധനാനുഷ്ഠാനം എന്ന നിലയിൽ മാത്രമല്ല, സാമൂഹ്യമായ പ്രസക്തി കൊണ്ട് ശ്രദ്ധേയമായ ഒന്നുകൂടിയാണ് ഹജ്ജ്. പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പുരുഷായുസ്സിൽ ഒരു ഹജ്ജ് ചെയ്യൽ മാത്രമേ നിർബന്ധമായിട്ടുള്ളൂ. എല്ലാവർക്കും ഹജ്ജ് നിർബന്ധമില്ല. സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, സമ്പന്നരല്ലാത്ത പാവപ്പെട്ടവർ, അവരുടെ കയ്യിൽ പണമില്ലല്ലോ, അവർക്ക് ഹജ്ജിന് പോകാൻ കഴിയാത്തതുകൊണ്ട് ഹജ്ജിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടില്ലല്ലോ, അത് അനീതിയല്ലേ? പണക്കാർക്കു മാത്രം, സമ്പന്നർക്കു മാത്രം ഇങ്ങനെ ഒരു പ്രതിഫലം ദൈവം നിശ്ചയിച്ചത് അന്യായമല്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എല്ലാ പള്ളികളിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ട്. അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ജുമാ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഹജ്ജാണ്. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് സാമ്പത്തിക ശേഷിയുള്ള ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിലൂടെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ, സാമ്പത്തികമായി മക്കയിൽ പോയി ഹജ്ജ് ചെയ്തു വരാൻ ശേഷിയില്ലാത്ത ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട്. ഹജ്ജിന് പോകുന്ന മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയമായ വിശുദ്ധി കൈവരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തന്നിൽ അന്തർലീനമായി കിടക്കുന്ന ആഠ്യത്വത്തിന്റെയും മേധാവിത്വത്തിന്റെയും മനോഭാവങ്ങളെ ഹജ്ജിലൂടെ ഇല്ലാതാക്കുന്നു. ഹജ്ജിലെ ഒരു പ്രധാനപ്പെട്ട കർമ്മമുണ്ട്. ഹാജറ എന്ന് പറയുന്ന ചരിത്രത്തിലെ പ്രസിദ്ധയായ ഹാജറ ബീവി, അവർ ഓടിയ സ്ഥലത്തുകൂടെ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്ന് വരുന്ന ഹാജിമാരും ഓടണം. സഫ മർവയുടെ ഇടയിലൂടെയുള്ള ഓട്ടം, 2 മലകൾക്കിടയിലൂടെ എല്ലാ ഹാജിമാരും ഓടണം. അത് ഹജ്ജിലെ നിർബന്ധ കർമ്മങ്ങളിൽ ഒന്നാണ്. ആരായിരുന്നു ഹാജറ എന്ന് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത് നന്നാകും. കറുത്ത് കരിക്കട്ട പോലുള്ള ശരീരപ്രകൃതിയുള്ള, തൊലിയുടെ നിറമുള്ള ഒരു സ്ത്രീയായിരുന്നു ഹാജറ. മാത്രമല്ല, അവർ അടിമ കൂടിയായിരുന്നു. അടിമയും കറുത്തവളുമായ ഒരു സ്ത്രീ തന്റെ കുട്ടിക്ക് വെള്ളമന്വേഷിച്ചുകൊണ്ട് ഓടിയ
സഫാ മറുവ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് മലകൾക്കിടയിലൂടെയുള്ള ഓട്ടം ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്ന് വരുന്ന പ്രമാണിയും ഭരണാധികാരിയും സമ്പന്നനും കുലീനനും ഓടിയേ പറ്റൂ. ആ ഓട്ടത്തിലൂടെ മേധാവിത്വത്തിന്റെയും ആഠ്യത്വത്തിന്റെയും എല്ലാ ചീത്ത വശങ്ങളും മനുഷ്യനിൽ നിന്ന് പറിച്ച് എറിയപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് അറഫ മൈതാനിയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിലെ വാചകം ഹജ്ജിന്റെ സാമൂഹ്യമായ പ്രസക്തിയെയാണ് ദ്യോതിപ്പിക്കുന്നത്, പ്രോജ്വലിപ്പിക്കുന്നത്. ആ പ്രസംഗത്തിലെ വാചകങ്ങൾ ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം. ഹേ മനുഷ്യരെ, നിങ്ങളുടെ ജീവനും സ്വത്തും അഭിമാനവും ഈ ദിവസത്തെക്കാൾ, ഈ സ്ഥലത്തെക്കാൾ, വിശുദ്ധ കഅബാലയത്തെ ചുണ്ടി ഈ ഗേഹത്തെക്കാൾ പവിത്രവും പരിശുദ്ധവുമാണ്. കഅബാലയത്തെക്കാൾ വിശുദ്ധമാണ് മനുഷ്യരെ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും. അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല എന്നാണ് പറയാറ്. ഹജ്ജിനേക്കാൾ വിശുദ്ധവും പവിത്രവുമാണ് ഹേ മനുഷ്യരെ നിങ്ങളുടെ ജീവനും അഭിമാനവും സമ്പത്തും. മനുഷ്യന്റെ പ്രാമുഖ്യമാണ് ഹജ്ജ് വിളംബരം ചെയ്യുന്നത് എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് നമുക്ക് അന്വേഷിച്ചു പോകേണ്ടതില്ല. മനുഷ്യനാണ് എല്ലാറ്റിന്റെയും കേന്ദ്ര ബിന്ദു. അള്ളാഹുവിൽ എത്തണമെങ്കിൽ, പടച്ചവനിൽ എത്തണമെങ്കിൽ, ദൈവത്തിന്റെ സാമീപ്യസിദ്ധി ലഭിക്കണമെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യനെ അവന്റെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറ്റുകയും ചെയ്തേ പറ്റൂ. ആരാധനാകർമ്മങ്ങളിലൂടെ മാത്രം ഒരാൾക്കും സ്വർഗലബ്ധി സാധ്യമാവില്ല. കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകളോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഒരാൾക്കും സ്വർഗലബ്ധി സാധ്യമാവില്ല. ദൈവ സാമീപ്യവും സാധ്യമാകില്ല. മനുഷ്യരുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയം പിടക്കുന്നില്ലെങ്കിൽ, നമ്മളുടെ ചുറ്റും കാണുന്ന മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മളുടെ കണ്ണുകൾ സജലങ്ങളാകുന്നില്ലെങ്കിൽ, വിശ്വാസിയാകാൻ ഇനിയും ഒരുപാട് കാലം നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഹജ്ജിന് പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ് പലരും കരുതുന്നത്. ജീവിതകാലത്ത്, നല്ല കാലത്ത് ആളുകളെ ചൂഷണം ചെയ്യുകയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അവസാനം അന്യായമായി സമ്പാദിച്ച പണം ഉപയോഗിച്ച് ഹജ്ജിന് പോയി കഅബയുടെ കില്ല പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ് കരുതുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് തെറ്റി. മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകൾ ദൈവം ഒരിക്കലും നമുക്ക് പൊറുത്തു തരില്ല. നമ്മളുടെ ഒരു സുഹൃത്തിന്റെ, നമ്മളുടെ ഒരു അയൽവാസിയുടെ, നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അഭിമാനത്തെ നമ്മൾ ക്ഷതപ്പെടുത്തിയാൽ, അവന്റെ സമ്പത്തിൽ നിന്ന് 10 പൈസ നമ്മൾ കവർന്നെടുത്താൽ, അവന്റെ അവകാശങ്ങൾ അന്യായമായി നാം നമ്മളുടേതാക്കിയാൽ, എത്ര നൂറ്റാണ്ടുകൾ പ്രാർത്ഥിച്ചാലും ആ പാപം ദൈവം നമുക്ക് പൊറുത്തു തരില്ല. ആരെയാണോ നമ്മൾ പറ്റിച്ചത്, ആരുടെ അഭിമാനമാണോ നമ്മൾ ക്ഷതപ്പെടുത്തിയത്, ആരുടെ സമ്പത്താണോ നമ്മൾ നമ്മളുടേതാക്കിയത്, ബന്ധപ്പെട്ട വ്യക്തികൾ നമുക്ക് പൊറുത്തു തന്നാലല്ലാതെ, ക്ഷമിച്ചു തന്നാലല്ലാതെ ആ പാപം ദൈവം പോലും നമുക്ക് പൊറുത്തു തരില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ചു. ഇതാണ് ഹജ്ജിന്റെ സാമൂഹ്യമായിട്ടുള്ള ധർമ്മവും വശവും എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു മഹത്തായ കർമ്മത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആദ്യത്തെ ഹജ്ജ് ഫ്ലൈറ്റ് നാളെ 3:20 പറന്നുയരുകയാണ്. ഓരോ വർഷവും കഴിയും തോറും ഹജ്ജിന് ലഭിച്ചുകൊണ്ടിരുന്ന സബ്സിഡിയിൽ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് സബ്സിഡി കൊടുക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെടുകയും അതേ തുടർന്ന് ഓരോ വർഷവും ഹജ്ജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി കുറയ്ക്കുകയും ചെയ്യണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 5-8 വർഷവും കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായും ഹജ്ജ് സബ്സിഡി ഇല്ലാതാകും. ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക്
ഹജ്ജ് കമ്മിറ്റി ചെയ്തിട്ടുള്ള സേവനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ബാപ്പു മുസ്ലിയാർ നല്ല ഇടപെടൽ നടത്തി. എല്ലാ മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളിലെ നേതാക്കന്മാരും ഒരുമിച്ചിരുന്നു. സത്യത്തിൽ ഈ വേദി തന്നെ മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും ഒരു വിളംബരമാണ് എന്ന് ഞാൻ കരുതുന്നു. ഹജ്ജിന്റെ പർപ്പസ് പൂർത്തീകരിക്കുന്നതിലേക്ക് പോകുന്ന ഹാജിമാർ പുറപ്പെടുന്ന ഈ അസുലഭ മുഹൂർത്തം പോലും നമ്മുടെ നാടിന്റെ ബഹുസ്വരതയെ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കുന്നതാണ്. എല്ലാവരും ഇവിടെ നമ്മളുടെ ക്ഷണമനുസരിച്ച് എത്തിയിട്ടുണ്ട്. എല്ലാ സഹോദരന്മാരും നമ്മളുടെ ക്ഷണപ്രകാരം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ വലിയ സഹായം ചെയ്തത് നമ്മളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. നേരത്തെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ചെന്ന് കണ്ട ഹജ്ജ് കമ്മിറ്റിയുടെ ഭാരവാഹികളോട് അദ്ദേഹം പറഞ്ഞത്, എല്ലാ വർഷങ്ങളിലുമുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സേവനം ഈ വർഷം ലഭ്യമാക്കും. അതിന് സിയാലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ പണം സിയാൽ എത്ര വേണമെങ്കിലും അനുവദിക്കും. ആ വാക്കിൽ നിന്നായിരുന്നു നമ്മളുടെ ഈ ഹജ്ജ് ക്യാമ്പിന്റെ തുടക്കം. അദ്ദേഹത്തോട് നമുക്കുള്ള കടപ്പാടും അതുപോലെ തന്നെ ആദരവും ഞാൻ ഈ സന്ദർഭത്തിൽ യാതൊരു പിശുക്കുമില്ലാതെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പോകുന്ന എല്ലാ ഹാജിമാരും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകവും സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അറുതി വരുത്താൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഹജ്ജ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.